പൊതുജനാരോഗ്യ രംഗത്ത് കേരളം മാതൃക. മന്ത്രി എം.പി. രാജേഷ്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സുശക്തമായ സംവിധാനമൊരുക്കി മാതൃകയായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. കോവിഡ് മഹാമാരിയെ സംസ്ഥാനം നേരിട്ടത് ഈ മികവ് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല ക്യാമ്പയിൻ പൊതുസമ്മേളനം വെള്ളിയാങ്കല്ലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പ് ദേശീയ ആയുഷ് മിഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല സെന്ററിൽ നിന്ന് വെള്ളിയാങ്കല്ല് വരെ ഹെൽത്തി വാക്കും ഉണ്ടായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി ഹെൽത്തി വാക്ക് ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളന ചടങ്ങിൽ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ അധ്യക്ഷയായി. സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ പി.കെ. കൃഷ്ണദാസ് പദ്ധതി വിശദീകരിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി.വി. നിഷ, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. വിപിലേഷ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ടി. മോഹനൻ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.സി. അലി ഇക്ബാൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം. ശങ്കരൻകുട്ടി, പരുതൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വഹീദ ജലീൽ, വാർഡ് മെമ്പർ ടി.ആർ. ഷൈജു, സംഘാടക സമിതി കോർഡിനേറ്റർ ഡോക്ടർ വി. ജ്യോതിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭാരതപ്പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം, സുംബ ഡാൻസ് എന്നിവയും നടന്നു. ഡോക്ടർ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള സംഘാടകരെ, പ്രിയപ്പെട്ടവരെ, ഒരു നീണ്ട പ്രസംഗത്തിനുള്ള വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത് ഇവിടെ നടക്കുന്ന കളരിപ്പയറ്റായിരിക്കും എന്നും അറിയാം. അതുകൊണ്ടൊരു നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്തി കേരള ക്യാമ്പയിൻ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായ ഹെൽത്തി തൃത്താല എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും 140ഇടത്തും MLA-മാരുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഹെൽത്തി തൃത്താല ഹെൽത്തി കേരള എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ ഈ ഹെൽത്തി വാക്ക് ഉദ്ഘാടനം ചെയ്തതായി, അതോടനുബന്ധിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഹ്രസ്വമായി പരാമർശിച്ചു. തൃത്താലയിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്കെല്ലാം ഇപ്പോൾ സ്വന്തമായ കെട്ടിടമായി. പണ്ട് ഈ ആയുർവേദ ഹോമിയോ ആശുപത്രികളെല്ലാം അവഗണിക്കപ്പെട്ടവയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ജനകീയാസൂത്രണം വന്നപ്പോഴാണ് ഒരു മാറ്റം വന്നത്. വാടക കെട്ടിടങ്ങളിൽ നിന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മികച്ച സൗകര്യങ്ങളിലേക്ക് മാറാനുള്ള ഒരു തുടക്കം ജനകീയാസൂത്രണമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൃത്താലയിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് സ്വന്തമായ കെട്ടിടം ആയിക്കഴിഞ്ഞു. കപ്പൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഹോമിയോ ഡിസ്പെൻസറി അനുവദിച്ചു. അതിന്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.